கொடைக்கானல் நல்ல சாப்பாடு எங்கே கிடைக்குമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലുന്ന ഒറ്റ പേര് മേരീസ് ഹോട്ടൽ. അതായത് ഞാൻ തള്ളിയതല്ല കേട്ടോ. ഞാൻ ഇവിടെ നമ്മളെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ കുറേ നാട്ടിലെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടേജൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു പേരാണ് മേരീസ് ഹോട്ടൽ. അതോടൊപ്പം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട്. കാരണം ആ ദൃശ്യം കണ്ടില്ല, ആ തിരക്ക് കണ്ടില്ലേ. ഇപ്പോൾ സമയം എത്രയായി? 3:10 ഉച്ചഭക്ഷണം കഴിക്കാൻ ചാപ്പാട് കഴിക്കാനുള്ള തിരക്കാണ്. അപ്പം എന്തായിരിക്കും സ്പെഷ്യൽ? വിട്ടേക്കാ, തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. വാ. ஹாய் ஹாய். நம்ம எவ்வளோ வருஷம் இருக்குங்க இங்கே 10 இயர்ஸ் இருக்குது. 10 இயர்ஸ் இங்க பக்கம் தானே? இங்கே தான். இது சாப்பாடு தான் முக்கியம். ஆமா, கண்டிப்பா சாப்பாடு. சாப்பாடு ஃபிஷ் சாப்பாடு பின்ன எவ்வளோ? ரைஸ், plain ரைஸ், ஒயிட் ரைஸ், சாம்பார், ரசம், கூட்டு, பொரியல், சிக்கன் குழம்பு, மீன் குழம்பு, பீஃப் குழம்பு எல்லாம் சேர்த்து 100 rupees தான். நம்மள்ட்ட பீஃப் ஸ்பெஷல், ரொம்ப ஸ்பெஷல். சிக்கன் 65 இருக்குது, ஃபிஷ் இருக்குது, சிக்கன் பிரியாணி. அப்போ சிக்கன் சாப்பாடுமே என்ன கிடைக்கும்? சிக்கன் சாப்பாடு, சிக்கன் ஃப்ரை, சோறு வரும், எல்லா ஐட்டங்களும் வரும். சிக்கன் குழம்பு, சிக்கன் 65, ஒயிட் ரைஸு, கூட்டு, பொரியல் எல்லாம் வச்சு 170 வரும். சோறு மாத்திரம் எந்த குழம்புனாலும் எடுத்துக்கலாம். கூட்டு, பொரியல் எல்லாமே வச்சு வரும் 100 rupees தான். நான்வெஜ் சைடிஸ் எல்லாமே 70 rupees, மீல்ஸ் மாத்திரம் 70 rupees. ஓகே. அப்புறம் பின்ன நம்மள்ட்ட சிக்கன் 65 பிரியாணி இருக்குது, சிக்கன் லெக் பீஸ் பிரியாணி இருக்குது, பின்ன பீஃப் பிரியாணி இருக்குது, பிளைன் பிரியாணி இருக்குது. 150 தான். எந்த பிரியாணி எடுத்தாலும் 150 தான். ചേട്ടൻ നമ്മളാരായിട്ട് വരും? ചേട്ടൻ എന്നോട് ഹസ്ബൻഡ്. ചേട്ടൻ വരും. ചോദിക്കട്ടെ, മലയാളം தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும். நம்ம கொஞ்சம் கொஞ்சம் தமிழ். அவர் செஃப் ஆகும். அவர் இதுக்கு படிச்சவர். ഇതിപ്പോ എക്സാ ലൊക്കേഷൻ പറയുമ്പോൾ ലേക്ക് പക്കം താനാ? இல்ல, பிரயண்ட் பார்க் ரோடு இது. பாரத் பெட்ரோலியம்ல இருந்து நம்ம பார்க் போற ரோடு இது. ബ്രയൻ പാർക്ക് പോകുന്ന പക്കം താനേ? ഞാൻ കോഴിക്കോടാണ്. കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാറുള്ളൂ. ചിക്കൻ ഫ്രൈ വരും അല്ലേ? ഫ്രൈ വരും. എவ்வளோ പീസ് വരും? அது ஒரு 120 grams வரும். 10 பீஸ் 11 பீஸ் வரும். நம்ம ஜாஸ்தி தான் கொடுப்போம், கம்மியெல்லாம் கொடுக்கறதெல்லாம் இல்லை. ஜாஸ்தி தெரியணும்ல, குவான்டிட்டி. அதுதானே மக்கள் சாப்பிட்டுட்டு சந்தோஷம் அடைஞ்ச போதும். വയറും നിറയണം, മനസ്സ് നിറയണം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോഴേ ഭയങ്കര അഭിപ്രായം. ലാസ്റ്റ് വീക്ക് நிறைய കേരള ഗസ്റ്റ് ഇങ്ങ വന്ന് ഇനി കൂടുതൽ ആള് വരും. അപ്പൊ കമ്മീഷൻ തരണം കേട്ടാ. மீன் எங்க? ஐல, மத்தி வரும். இப்போ எந்த சீசன் இருக்கோ அதை பொறுத்து. ഏകദേശം ഒരു 150-170 റുപ്പീസിനും ഫിഷോ ചിക്കനോ ബീഫോ എല്ലാം കൂട്ടി അൺലിമിറ്റഡ് കാര്യങ്ങൾ കഴിക്കാം. പിന്നെ ടൂറിസം പ്ലേസ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് ഉണ്ടാവില്ല. പക്ഷേ ആ റേറ്റിൻ്റെ ഒരു പ്രശ്നം വരില്ല, കാരണം തിരക്കണ്ടില്ലേ. നല്ല കോടമഞ്ഞും ചെറിയ ചാറ്റൻ മഴയും അതിൻ്റെ കൂടെ ഇളം കാറ്റും നല്ല ചൂട് ചോറും നല്ല ചൂട് ചിക്കൻ കറി, ഇതൊക്കെ തന്നെ ജീവിതം. അപ്പം കൊടൈക്കനാൽ ഭാഗത്ത് വരുമ്പം എല്ലാവരും നേരെ അങ്ങോട്ട് പോന്നേക്കുക. സീസൺ ടൈം ആകുമ്പോൾ പിന്നെ രാത്രി 9 മണിയൊക്കെ ഉണ്ടാവും. എന്തായാലും ചോറ് കിട്ടും, സാപ്പാട് കിട്ടും. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വിടും. അല്ല, വിടുന്നില്ല, കൊടൈക്കനാൽ തന്നെ ഉണ്ട്. നാളെ അടുത്ത സ്ഥലത്ത് നിന്ന് വീണ്ടും പാക്കലാം. ഓക്കെ, പോക്കട്ടെ, ടാറ്റ.